കർണാടകയിൽ വൻ മയക്കുമരുന്ന് വേട്ട. സിലിക്കൺ സിറ്റിയിൽ നിന്ന് 10 കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടികൂടിയിരിക്കുന്നത്. 2 വിദേശികൾ ഉൾപ്പെടെ 7 പേരാണ് പിടിയിലായത്. ടെക്കികൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ ലഹരി വിൽപ്പന നടത്തുന്ന സംഘമാണ് പിടിയിലായിരിക്കുന്നത്. KB ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, ഈ തുക എന്ന് പറയുന്നത് അത് വലിയൊരു എമൗണ്ട് ആണ്. 10 കോടി രൂപയുടെ മയക്കുമരുന്ന് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എങ്ങനെയാണ് ഇവർ പിടിയിലായത്? ഇവർക്ക് പിന്നിൽ ഒരു വലിയ ശൃംഖല ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമല്ലോ. എങ്ങനെയാണ് അന്വേഷണം? തീർച്ചയായിട്ടും വലിയ മയക്കുമരുന്ന് വേട്ട തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 10 കോടിയോളം രൂപ വില വരുന്ന മയക്കുമരുന്നുകൾ, 4 കിലോ MDMA, 2 കിലോയോളം ഹൈഡ്രോ കഞ്ചാവ്, 6 കിലോ മരിജുവാന, ഇതിനൊക്കെ കടത്താനും അതുപോലെ തന്നെ വിൽപ്പനയ്ക്കും ഉപയോഗിച്ച ഒരു കാറ്, ബൈക്ക് എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട്. 2 വിദേശികൾ ഉൾപ്പെടെ 7 പേരാണ് പിടിയിലായിരിക്കുന്നത്. നൈജീരിയൻ സ്വദേശികളുണ്ട്. ഇതുകൂടാതെ പിടിയിലായവരിൽ ഒരു ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയും ഉണ്ട്. ഈ പ്രത്യേക കേസുകൾ എടുത്ത് CCBയും മഹാദേവപുരം പോലീസുമാണ് ഇത്രയും കാര്യങ്ങൾ പിടിച്ചത്. ലഹരി വിൽപ്പന നടത്തിയിരുന്നത് ഈ എഞ്ചിനീയർ ടെക്കികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഇടയിലാണ്. ഈ ഡൽഹിയിൽ നിന്നാണ് മുംബൈ വഴി ബംഗളൂരുവിലേക്ക് ലഹരി മരുന്ന് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. വാട്സാപ്പ് വഴി ആണ് ഇതിന്റെ വിൽപ്പനയൊക്കെ നടന്നിരുന്നത്. ഇതിനുവേണ്ടി പ്രത്യേകം വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെ വലിയ സമീപകാലത്തുണ്ടായതിൽ വെച്ച് വലിയ മയക്കുമരുന്ന് വേട്ട തന്നെയാണ് ഇപ്പോൾ ബംഗളൂരു പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.